ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഒരു ബീച്ചാണ്. ഈ ബീച്ചിലെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ ബീച്ച് തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ഉള്ളത്. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിമാരായിരുന്ന ശ്രീ എംജിആർ, ശ്രീ ജയലളിത, ശ്രീ കരുണാനിധി, ശ്രീ അണ്ണ എന്നിവരുടെ സ്മാരകങ്ങളും ഈ ബീച്ചിലാണ് ഉള്ളത്. അവരുടെ സ്മാരകങ്ങളും അവരുടെ പ്രതിമകളും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ എംജിആറുടെ സ്മാരക മന്ദിരമാണ്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമതി ജയലളിത അമ്മയുടെ സ്മാരക മന്ദിരമാണ്. അടുത്തതായി നമുക്ക് കാണാൻ പോകുന്നത് അണ്ണാ മെമ്മോറിയൽ, മുഖ്യമന്ത്രിയായിരുന്ന അണ്ണായുടെ സ്മാരക മന്ദിരം. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് കലഞ്ചർ കരുണാനിധിയുടെ സ്മാരക മന്ദിരം. എത്ര കണ്ടാലും മതി വരാത്ത സ്മാരക മന്ദിരങ്ങളാണ്. എത്ര പ്രാവശ്യം വന്ന് കണ്ടാലും ഇതൊന്നും നമുക്കും എപ്പോഴും മറക്കാൻ പറ്റില്ല. അടുത്തതായി നമുക്ക് മ്യൂസിയത്തിനുള്ളിലേക്കൊന്ന് പോയി നോക്കാം. അതിൻ്റെ ഉള്ളിലുള്ള വ്യത്യാസമായ കാഴ്ചകളും പഴയ ഫോട്ടോകളും എല്ലാം നമുക്ക് കാണാം. ഇനി ബീച്ചിൻ്റെ അരികിലേക്ക് പോവാം. ബീച്ചിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യമായി കാണുന്നത് ഉഴവർ ശിലയാണ്. ഇനി കാണാൻ പോകുന്നത് ബീച്ചിന് മുന്നിലുള്ള 1000-ഓളം ചെറിയ ചെറിയ കടകളാണ്. 1000-ലും മേലെയുള്ള കടകളാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ബീച്ചിനരികിലെത്തി. ഇതാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചുകളിൽ രണ്ടാമത്തെ ബീച്ച്. എത്ര കണ്ടാലും മതി വരാത്തൊരു ബീച്ചാണ്. എല്ലാവരും ബീച്ച് കണ്ടില്ലേ? ഇനി നമുക്ക് ബീച്ചിന് ചുറ്റുപുറത്തുമുള്ള കുറച്ച് റാറ്റിനങ്ങൾ, യന്ത്രൂഞ്ഞാലുകൾ, കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ കാണാം. എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കൽശില്പങ്ങൾ, മനോഹരമായ കൽശില്പങ്ങൾ, മാൻകുട്ടികൾ എല്ലാം നമുക്ക് കാണാം. തൻ്റെ ശാപത്താൽ മധുരയെ എരിച്ചു ചാമ്പലാക്കിയ കണ്ണകി, കൂടാതെ വ്യത്യസ്തമായ നരശില്പങ്ങളെയും നമുക്കിപ്പോൾ കാണാൻ കഴിയും. ഇതുവരെയ്ക്കും ഈ ബീച്ചിൻ്റെ പേര് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല അല്ലേ? ഇതാണ് നമ്മൾ കണ്ട ബീച്ച്, മറീന ബീച്ച്, ചെന്നൈയിലെ പ്രശസ്തമായ ബീച്ച്. കാണാൻ